ഹമാസിന്റെ നിരായുധീകരണം, ഇടക്കാല സർക്കാർ രൂപീകരിക്കുക എന്നിങ്ങനെയുള്ള 20 പദ്ധതികളെല്ലാം ഹമാസ് അംഗീകരിച്ച് ഇപ്പോൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. ഈ സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ ഇനി തുടർ ചർച്ചകളാണ്. ആ തുടർ ചർച്ചകളിൽ തുടർന്നുള്ള തീരുമാനങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളത് നിർണായകമല്ലേ? സ്വാഭാവികമായും ഇസ്രായേലിന്റെ ഇതിന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് ഇസ്രായേൽ സന്നദ്ധമാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ബന്ദികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഈ ഒരു അവസരം വലിയ ഒരു സാധ്യതയാണ് ബന്ദികൾക്ക് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആക്രമണം നിർത്തണം എന്ന് പറയുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഇനി നെതന്യാഹു അംഗീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. ഞായറാഴ്ച വൈകിട്ട് 6-നകം സമാധാന കരാർ അംഗീകരിക്കണമെന്നായിരുന്നു US പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നത്. അല്ലാത്ത പക്ഷം ആകെ ഗസയെ നശിപ്പിക്കും എന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു. അതിന് പിന്നാലെ ഹമാസിന്റെ പ്രതികരണം വരുന്നു. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി പ്രകാരം ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും ഉൾപ്പെടെ എല്ലാ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇപ്പോൾ ഇതിൽ വ്യക്തത വരാത്ത ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹമാസ് അംഗീകരിക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. അപ്പോൾ സമ്പൂർണമായും നിരായുധീകരിക്കപ്പെട്ടാലല്ലാതെ ഈ ആക്രമണം നിർത്തില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും വീണ്ടും സ്ഥിതിഗതികൾ രൂക്ഷമാക്കും. ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള വെടിനിർത്തൽ വേണമെന്നും ബന്ദികളുടെ കൈമാറ്റം അത് ഫലസ്തീനികളുടെ കൈമാറ്റം വേണമെന്നുമാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം എന്ന് പറയുന്നത് അതിൽ വ്യക്തത വേണം എന്ന് നേരത്തെ തന്നെ ഹമാസിന്റെ നിലപാടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും നിരായുധീകരണത്തെക്കുറിച്ച് ഹമാസ് സംസാരിക്കാത്തത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇസ്രായേൽ ഈ നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാകും. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു സമാധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയകളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അവിടെ നിന്നും പിറകോട്ട് പോകുന്ന നെതന്യാഹുവിനെ നമ്മൾ കാണുന്നു. പക്ഷെ ഇപ്പോൾ അത് സാധ്യമല്ലാത്ത വിധം ലോകത്തിന്റെ നിലപാട് മാറിക്കഴിഞ്ഞു, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ സന്ദർഭത്തിൽ കൂടിയാണ് ഏതായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിന്റെ നിലപാട് പ്രസക്തമാകുന്നത്. ലോക നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഹമാസിന്റെ ഈ ഒരു റെസ്പോൺസിനെ സ്വാഗതം ചെയ്യുന്നു. ഖത്തർ സ്വാഗതം ചെയ്യുന്നു, ഈജിപ്ത് സ്വാഗതം ചെയ്യുന്നു, തുർക്കി. ഈ 3 രാജ്യങ്ങളാണ് പ്രധാനമായും ഹമാസിന് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയത്. അതേപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതേപോലെ തന്നെ ജർമ്മൻ ചാൻസലർ, UN സെക്രട്ടറി ജനറൽ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പദ്ധതിയെ അംഗീകരിക്കുന്നു.